യൂദായുടെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നാം ചിന്തിക്കുന്നത്. ദൈവസഭ പല പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസഭയിൽ അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് കയറി വന്നിരിക്കുന്നു. സഭയിൽ നുഴഞ്ഞു കയറി വന്നവരെ തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത, ആത്മീക കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥയിൽ സഭ എത്തി നിൽക്കുകയാണ്. എഫേസോസിൽ വെച്ച് പൗലോസ് അവിടെയുള്ള മൂപ്പന്മാരെ വിളിച്ച് അവരെ ഉപദേശിക്കുന്ന സമയത്ത് ഇപ്രകാരം ഒരു വചനം പറഞ്ഞു: ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. പൗലോസ് പറയുന്നു, ഞാൻ പോയ ശേഷം മാത്രമേ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരികയുള്ളൂ. പൗലോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം സത്യമായിട്ട് പ്രസംഗിക്കുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത വചനം ദൈവം തന്നതാണെന്നും അത് വള്ളിയോ പുള്ളിയോ മാറ്റുവാൻ പാടില്ല എന്നും ബോധ്യമുള്ള പൗലോസ് പറയുന്നു, ഞാനിവിടെ ഉള്ള കാലത്തോളം ഇങ്ങനെയുള്ളവർ ഇവിടെ പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ദുരുപദേഷ്ടാക്കന്മാർക്കും അഭക്തന്മാർക്കും ഭയമായിരുന്നു പൗലോസ് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയ ശേഷം അവർ വരും. ഇന്നും ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ ആളുകളില്ലാത്ത ഇടത്താണ് ദുരുപദേഷ്ടാക്കന്മാരും അഭക്തന്മാരുമൊക്കെ നുഴഞ്ഞു കയറി വരുന്നത്. ദൈവസഭയുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുകയാണ്. അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ ആരെയും കൂട്ടുന്ന ഒരു പ്രവണത. മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ദൈവവചന പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിലും കാശ് കയ്യിലുണ്ടെങ്കിൽ അവരെയൊക്കെ കൂടെ നിർത്തി ദൈവസഭയുടെ കെട്ടുപണിക്ക് പ്രയോജനപ്പെടും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒപ്പം നിർത്തി പോകുന്ന ഒരു കാഴ്ച സർവ്വസാധാരണമാണ്. രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്ന ഒരു കാലം മാറിയിട്ട് മിടുക്കന്മാരെയും കഴിവുള്ളവരെയും സമർത്ഥന്മാരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യൻ സഭ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതല്ല ദൈവസഭയുടെ പ്രമാണം എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കുന്നവർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ വായിച്ച തിരുവെഴുത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദൈവം കൃപ കാണിക്കുന്നു, ദൈവം പാപം ക്ഷമിക്കുന്നു, പാപം മോചിക്കുന്നു എന്നതുകൊണ്ട് എന്തും ചെയ്യുവാൻ ദൈവം അനുവാദം തരുന്നു എന്നത് അർത്ഥമാക്കേണ്ട കാര്യമില്ല. ഈ കൃപായുഗത്തിൽ പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവം എല്ലാം ക്ഷമിക്കും, ഓരോ പാപം ചെയ്യുമ്പോഴും അത് ഏറ്റു പറഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വളരെ വർദ്ധിക്കുകയാണ്. കൃപയെ നിസ്സാരവൽക്കരിക്കുകയാണ്. കൃപയുടെ മഹത്വം അവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യൂദാ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. ദൈവം കൃപ കാണിക്കും എന്നുള്ള ചിന്തയിൽ എന്തും പറയുകയാണ്, എന്തും പ്രവർത്തിക്കുകയാണ്. അശുദ്ധ ജീവിതത്തിന് പോലും മുതിരുകയാണ്, ദുർനടപ്പാചരിക്കുകയാണ്. ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയിട്ട് ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അനുഭവത്തിൽ അവരെത്തിച്ചേരും. അങ്ങനെയുള്ള മനുഷ്യർ സഭകളിൽ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിലെയും നടക്കുന്ന, എങ്ങനെയും ജീവിക്കുന്ന ആളുകളെ സംഘടിപ്പിച്ച് ഒരു വലിയ ആൾക്കൂട്ടമായി സഭയെ തീർക്കുവാനാണ് പിശാച് ഇന്ന് പലരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കുന്നു, സഭ ഒരു വലിയ ആൾക്കൂട്ടമല്ല. ആൾക്കൂട്ടത്തിലൊന്നും ദൈവത്തിന് വലിയ പ്രസാദവും ഇല്ല. ദൈവം പ്രസാദിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടത്തിലാണ്. ദൈവം പ്രസാദിക്കുന്നത് തൻ്റെ വചനം അനുസരിച്ച് ദൈവം തന്ന കൃപ വ്യർത്ഥമാക്കാതെ വിശുദ്ധിയോടെ ക്രിസ്തുവിനോടനുരൂപപ്പെടുന്ന ജീവിതം നയിക്കുന്നവരെയാണ്. അതാണ് നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. കൃപായുഗത്തിൻ്റെ തിരശ്ശീല വീഴുന്നതിന് മുമ്പ് ഓരോരുത്തരും അവരവരിലേക്ക് തിരിഞ്ഞു നോക്കി ഏതിലാണോ വീണിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ നാം തയ്യാറാകണം. കാരണം ദൈവസഭകളിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറിക്കൂടിയിരിക്കുന്നു. നടത്തിപ്പുകാരുടെ കാഴ്ചപ്പാടില്ലായ്മ, പൗലൂസിനെ പോലെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ധൈര്യമില്ലാത്ത ആളുകളുടെ അഭാവം, മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും വേണ്ടി വചനത്തിന് അകത്ത് വെള്ളം ചേർക്കുന്ന ആളുകൾ, അതുകൊണ്ടാണ് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ദൈവസഭകളിൽ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ സഭയെ പണിയുക തന്നെ ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ശീഘ്രത്തിൽ ഒരു ന്യായവിധി ഉണ്ടാകും എന്നും വചനം മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവെ, അവിടുത്തെ വചനം അനുസരിച്ച് വചനപ്രകാരം ജീവിക്കുന്ന ഒരു തലമുറയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.